ലല്ലൂട്ടൻ്റെ പിറന്നാളിന് പോകണം. ലല്ലപ്പൻ്റെ ബർത്ത്ഡേക്ക് പോവാണ്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ പോണത്. അച്ഛൻ ചോദിച്ചിട്ടില്ലേ, ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ നമ്മളെ അച്ഛനും അമ്മയ്ക്കും മാത്രമേ കഴിയുള്ളൂ. ചോറ് തിന്നോ, ചോറെടുത്തോ, എപ്പോഴാണ് വരിക എന്നൊക്കെ. അങ്ങനെ ആഫ്റ്റർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ പട്ടാമ്പിക്ക് പോണത്. ഇത് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എടുത്ത വീഡിയോ കേട്ടോ. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഒരു KSRTC കിട്ടിയത്. അത് പെരിന്തൽമണ്ണ വരെ ഉണ്ടായിരുന്നുള്ളൂ. 2 ദിവസത്തെ ലീവൊക്കെ ഈ ബസ് പോണ സ്പീഡിലായിരിക്കും പോവുക. പിന്നെ ഇപ്പോൾ ജോലി റിസൈൻ ഇട്ടിട്ട് വീട്ടിലിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ടാണ്. പിന്നെ പെരിന്തൽമണ്ണ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് സമയമായി. പിന്നെ ബസ് കിട്ടാനും കുറച്ച് നേരം വൈകി. അങ്ങനെ നേരെ ബസ് ഇറങ്ങി പട്ടാമ്പിയിൽ നിന്ന് പിന്നെ ഏട്ടൻ വന്നിരുന്നു എന്നെ പിക്ക് ചെയ്യാൻ. അപ്പോൾ പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടിരുന്നു. അപ്പം നേരെ ഞങ്ങൾ കൂറ്റനാട് വന്ന് ഇറങ്ങി. ചേച്ചി ഏട്ടനൊക്കെ ഉണ്ടേനി. കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാണ്ടായിരുന്നു ബർത്ത്ഡേക്ക് ഇടാനുള്ള. ഇപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. എല്ലാവർക്കും പറ്റിയ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ കുറേ ടൈം തിരഞ്ഞിങ്ങനെ കണ്ടുപിടിക്കണം. നല്ല നല്ല ഡ്രസ്സുണ്ട്, നല്ല അഫോർഡബിൾ പ്രൈസിൽ. അങ്ങനെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 120, 200 അങ്ങനെയൊക്കെ. അതിൻ്റെ മേലക്കുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്. പിന്നെ സാരിയൊക്കെ പിന്നെ നോക്കിയേ വേണ്ട, നല്ല രസമുണ്ട് കാണാൻ. എന്താ പറയുക, അത്രയ്ക്ക് രസമുണ്ടായിരുന്നല്ലോ. അങ്ങനെ കുറച്ചൊക്കെ ഞങ്ങൾ എടുത്ത്. പിന്നെ അപ്പോഴത്തേക്ക് സമയം 11:45 ആയിട്ടുണ്ട്. അടിപൊളി സാരി. ഇത് ഏട്ടൻ. അങ്ങനെ നേരെ വീട്ടിലെത്തി. ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നാളെ പരിപാടി ഏതൊക്കെ ഉണ്ട്. പിന്നെ നൈനാപ്പി വന്നിട്ട് ഒരു മാസത്തിന് ശേഷമുള്ള കണ്ടുമുട്ടൽ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഉറങ്ങാൻ പോകുന്നതിലായിരുന്നു ഒരുപാട് പണികളുണ്ട്.